പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഞ്ജന, തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ അധ്യാപികയാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ തുള്ളിനന ജലസേചന രീതിയെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ വർഷം പഠിക്കുന്നത്. ഇതിനോടകം തന്നെ ഡ്രിപ്പ് ഇറിഗേഷനുമായി ബന്ധപ്പെട്ട വിവിധ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ രീതികളെ കുറിച്ചാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. പ്രധാനമായും 5 വ്യത്യസ്ത രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷനാണ് ഉള്ളത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ. 1. സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ. 2. സബ്സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ. 3. ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ. 4. ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ. 5. ഫാമിലി ഡ്രിപ്പ് അഥവാ ഗ്രാവിറ്റി ഫെഡ് ഡ്രിപ്പ് ഇറിഗേഷൻ. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ, ഏതൊക്കെയാണ്? സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ, സബ്സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ, ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ, ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ, അവസാനമായി ഫാമിലി ഡ്രിപ്പ് അഥവാ ഗ്രാവിറ്റി ഫെഡ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഇവ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. ആദ്യമായി സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ ഉപരിതല തുള്ളിനന ജലസേചന രീതി എന്താണെന്ന് പഠിക്കാം. ഇൻ സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ, water is applied at the soil surface as drops or small streams through emitters. സർഫസ് ഡ്രിപ്പ് ഇറിഗേഷനിൽ ജലം മണ്ണിൻ്റെ ഉപരിതലത്തിൽ ഡ്രിപ്പറുകൾ അഥവാ എമിറ്ററുകളുടെ സഹായത്താൽ തുള്ളി തുള്ളിയായോ നേർത്ത ധാരയായോ എത്തിച്ചേരുന്നു. സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ ഈസ് used to irrigate perennial crops and annual crops. ദീർഘകാല വിളകൾക്കും വാർഷിക വിളകൾക്കും സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കാം. സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ വിവിധ കമ്പോണൻസ് ഉൾപ്പെടുത്തിയ ചിത്രം നമുക്ക് പരിചയപ്പെടാം. ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്? വാട്ടർ സോഴ്സ്, പമ്പ്, വ്യത്യസ്ത വാൽവുകൾ, വിവിധ ഫിൽറ്ററുകൾ, ഫെർട്ടിഗേഷൻ ഉപകരണം, പ്രഷർ ഗേജ്, മെയിൻ ലൈൻ, സബ് മെയിൻ, ലാറ്ററലുകൾ, എമിറ്റേഴ്സ് തുടങ്ങിയവ കണ്ടല്ലോ. ഈ വിവിധ ഘടകങ്ങളെ നമുക്കൊന്ന് ക്രമീകരിക്കാം. സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ വിവിധ കമ്പോണൻസിനെ നമുക്ക് 3 തരംതിരിക്കാം. ഏതൊക്കെയാണവ? 1. ഹെഡ് കൺട്രോൾ യൂണിറ്റ്. 2. പൈപ്പിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. 3. ഫിറ്റിംഗ്സ് ആൻഡ് ആക്സസറീസ്. ഇവ ഓരോന്നിനെയും കുറിച്ച് നിങ്ങൾക്ക് വിശദമായ ക്ലാസ് കിട്ടിക്കഴിഞ്ഞല്ലോ. എങ്കിലും നമുക്കൊന്നുകൂടി ഓർമ്മ പുതുക്കാം. സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഹെഡ് കൺട്രോൾ യൂണിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പമ്പ്. പമ്പ്സ് ആർ ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസസ്. ഡ്രിപ്പ് ഇറിഗേഷനിൽ പമ്പിൻ്റെ ധർമ്മം എന്താണ്? ജലം സ്രോതസ്സിൽ നിന്നും പൈപ്പ് ലൈനിലേക്ക് എത്തിക്കുന്നതും അതുപോലെ പൈപ്പ് ലൈനിൽ കൂടി ഒഴുകുന്ന വെള്ളത്തിൻ്റെ മർദ്ദം നിലനിർത്തുന്നതും പമ്പാണ്. വ്യത്യസ്ത തരത്തിലുള്ള പമ്പുകൾ വിപണിയിൽ ലഭ്യമാണ്. അനുയോജ്യമായവ തിരഞ്ഞെടുക്കാം. ഹെഡ് കൺട്രോൾ യൂണിറ്റിലെ അടുത്ത കമ്പോണൻ്റാണ് ഫിൽറ്ററുകൾ.
ഫിൽറ്ററുകൾ എന്തിനാണ് ഡ്രിപ്പ് ഇറിഗേഷനിൽ ഉപയോഗിക്കുന്നത്? ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളെ അരിച്ചു മാറ്റുവാനാണ് ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നത്. മാലിന്യമില്ലാത്ത ശുദ്ധമായ വെള്ളം ഉപയോഗിക്കുന്നത് വഴി ഡ്രിപ്പറുകളിലെ ക്ലോഗിംഗ് അഥവാ അടഞ്ഞുപോകൽ ഒഴിവാക്കാൻ കഴിയും. ശരിയായ വിധത്തിൽ ജലസേചന സംവിധാനം പ്രവർത്തിക്കുവാൻ ഫിൽറ്ററുകൾ അത്യന്താപേക്ഷിതമാണ്. ഫിൽറ്ററുകൾ പ്രധാനമായും 2 തരമുണ്ട്: പ്രൈമറി ഫിൽറ്ററുകളും സെക്കൻഡറി ഫിൽറ്ററുകളും. തോടുകളിൽ നിന്നോ പുഴകളിൽ നിന്നോ വെള്ളം പമ്പ് ചെയ്ത് ജലസേചനത്തിന് ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിൽ ധാരാളം പായൽ, മണൽ എന്നിവ ഉണ്ടാകും. ഇവയെ നീക്കം ചെയ്യുവാനാണ് പ്രൈമറി ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നത്. പ്രൈമറി ഫിൽറ്ററുകൾ 2 തരത്തിലുണ്ട്: സാൻഡ് ഫിൽറ്ററും ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്ററും. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന സൂക്ഷ്മമായ മാലിന്യങ്ങളെ അരിച്ചെടുക്കുവാനാണ് സെക്കൻഡറി ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഡിസ്ക് ഫിൽറ്ററും സ്ക്രീൻ ഫിൽറ്ററുമാണ് സെക്കൻഡറി ഫിൽറ്ററിൽ ഉൾപ്പെടുന്നവ. ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് ഏതുതരം മാലിന്യമാണ്, അതുപോലെ കർഷകൻ്റെ സാമ്പത്തിക സ്ഥിതി തുടങ്ങി ഒട്ടേറെ ഘടകങ്ങൾ പരിഗണിച്ചാണ് അനുയോജ്യമായ ഫിൽറ്ററുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഹെഡ് കൺട്രോൾ യൂണിറ്റിലെ അടുത്ത കമ്പോണൻ്റാണ് ഫെർട്ടിഗേഷൻ യൂണിറ്റ്. ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിനോടൊപ്പം ചെടികൾക്ക് ആവശ്യമായ വളവും കൂടി നൽകുന്നതാണ് ഫെർട്ടിഗേഷൻ. ഫെർട്ടിഗേഷന് ഉപയോഗിക്കാവുന്ന വിവിധ തരം ഉപകരണങ്ങൾ ലഭ്യമാണ്. അവ വെഞ്ചുറി ഇഞ്ചക്ടർ, ഫെർട്ടിലൈസർ ടാങ്ക്, ഫെർട്ടിലൈസർ ഇഞ്ചക്ടർ പമ്പ് തുടങ്ങിയവയാണ്. ഇവയിൽ അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം. സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസിൽ രണ്ടാമത്തേതാണ് പൈപ്പിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. മെയിൻ ലൈൻ. ജലസ്രോതസ്സിൽ നിന്നും ജലം സബ്മെയിനിലേക്കും ലാറ്ററൽസിലേക്കും എത്തിക്കുന്ന വലിയ പൈപ്പുകളാണ് മെയിൻ ലൈൻ. PVC അല്ലെങ്കിൽ HDPE പൈപ്പുകളാണ് മെയിൻ ലൈൻ പൈപ്പുകളായി ഉപയോഗിക്കുന്നത്. സബ്മെയിൻ. മെയിൻ ലൈനിൽ നിന്നും ജലം ലാറ്ററലുകളിൽ എത്തിക്കുന്ന പൈപ്പ് ലൈനുകളാണ് സബ്മെയിൻ അല്ലെങ്കിൽ ഉപപൈപ്പുകൾ. PVC, HDPE, LDPE പൈപ്പുകളാണ് സബ്മെയിനുകളായിട്ട് ഉപയോഗിക്കുന്നത്. ലാറ്ററൽസ്. സബ്മെയിനിൽ നിന്നും ലാറ്ററൽ പൈപ്പുകളിലൂടെയാണ് ഡ്രിപ്പറുകളിലേക്ക് വെള്ളം എത്തുന്നത്. LDPE, LLDPE പൈപ്പുകളാണ് ലാറ്ററൽ പൈപ്പുകളായിട്ട് ഉപയോഗിക്കുന്നത്. എമിഷൻ ഡിവൈസസ്. ഡ്രിപ്പർ അല്ലെങ്കിൽ എമിറ്ററുകളെന്ന് പറയുന്നു. ജലം തുള്ളി തുള്ളിയായി ചെടികളുടെ ചുവട്ടിലെത്തിക്കുന്നത് ഡ്രിപ്പറുകൾ വഴിയാണ്. ഇവ ലാറ്ററൽ പൈപ്പുകളിൽ ഘടിപ്പിക്കുന്നു. മണിക്കൂറിൽ 2 ലിറ്റർ മുതൽ 20 ലിറ്റർ വരെ വെള്ളം നൽകുന്ന ഡ്രിപ്പറുകൾ ലഭ്യമാണ്. വാൽവുകൾ. വ്യത്യസ്ത തരം വാൽവുകളെക്കുറിച്ച് നിങ്ങൾ വിശദമായി പഠിച്ചു കഴിഞ്ഞല്ലോ. ഏതൊക്കെയാണവ? ഫുട് വാൽവ്, ബൈപ്പാസ് വാൽവ്, നോൺ റിട്ടേൺ വാൽവ്, എയർ റിലീസ് വാൽവ്, കൺട്രോൾ വാൽവ്, ഗേറ്റ് വാൽവ്, ഫ്ലഷ് വാൽവ്. അടുത്തതായി മോണിറ്ററിംഗ് ഡിവൈസുകൾ. പ്രഷർ ഗേജും വാട്ടർ മീറ്ററുമാണ് ഇതിൽ ഉൾപ്പെടുന്നവ. പ്രഷർ ഗേജ് പൈപ്പ് ലൈനിൽ കൂടി ഒഴുകുന്ന ജലത്തിൻ്റെ മർദ്ദമളക്കാൻ ഉപയോഗിക്കുന്നു. വാട്ടർ മീറ്റർ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൽ കൂടി കടന്നു പോകുന്ന
ജലത്തിൻ്റെ അളവറിയാൻ ഉപയോഗിക്കുന്നു. സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസിൽ അവസാനമായി വരുന്നതാണ് ഫിറ്റിംഗ്സ് ആൻഡ് ആക്സസറീസ്. ഇതിൽ PVC ഫിറ്റിംഗ്സും പോളിയെത്തിലീൻ ഫിറ്റിംഗ്സും ഉൾപ്പെടുന്നു. PVC ഫിറ്റിംഗ്സിൽ കപ്ലറുകൾ, ബെൻസ് ആൻഡ് എൽബോ, ടീ, റെഡ്യൂസർ, ഫ്ലാഞ്ച് എന്നിവ ഉൾപ്പെടുന്നു. പോളിയെത്തിലീൻ ഫിറ്റിംഗ്സിൽ എൻഡ് ക്യാപ്പ്, ലാറ്ററൽ കോക്ക്, ഗ്രോമറ്റ് ടേക്ക് ഓഫ് അസംബ്ലി തുടങ്ങിയവ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ തരത്തിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് സബ് സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിന്നും അല്പം താഴെയായി ചെടികളുടെ റൂട്ട് സോൺ ഏരിയയിൽ നേരിട്ട് ജലസേചനം നൽകുന്ന രീതിയാണ് സബ് സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സോയിൽ സർഫസിൽ നിന്നും ഏകദേശം 15 മുതൽ 25 സെൻറ്റിമീറ്റർ താഴ്ചയിൽ ലാറ്ററൽ പൈപ്പ് ലൈനുകൾ അഥവാ ഡ്രിപ്പ് ട്യൂബുകൾ സ്ഥാപിക്കുന്നു. ഈ ലാറ്ററൽ പൈപ്പുകളിൽ കൃത്യമായ അകലത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന എമിറ്ററുകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ജലം ചെടികളുടെ വേരുപടലത്തിനടുത്ത് അഥവാ റൂട്ട് സോൺ ഏരിയയിൽ ഈർപ്പം നൽകുന്നു. ഇനി എന്താണ് സർഫസ് ഡ്രിപ്പ് ഇറിഗേഷനും സബ് സർഫസ് ഡ്രിപ്പ് ഇറിഗേഷനും തമ്മിലുള്ള വ്യത്യാസം? സർഫസ് ഡ്രിപ്പ് ഇറിഗേഷനിൽ ലാറ്ററൽ പൈപ്പുകൾ മണ്ണിൻ്റെ ഉപരിതലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇവിടെ ഡ്രിപ്പറുകളിൽ നിന്നും ഒഴുകി വരുന്ന ജലം സോയിൽ സർഫസിൽ അഥവാ മണ്ണിൻ്റെ ഉപരിതലത്തിൽ എത്തുന്നു. എന്നാൽ സബ് സർഫസ് ഡ്രിപ്പ് ഇറിഗേഷനിൽ ലാറ്ററൽ പൈപ്പുകൾ മണ്ണിനടിയിലാണ് കാണപ്പെടുന്നത്. അതിനാൽ ഇവിടെ ചെടികളുടെ റൂട്ട് സോൺ ഏരിയ അഥവാ വേരുപടലത്തിന് അടുത്താണ് ജലം എത്തുന്നത്. സബ് സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ വ്യത്യസ്ത ചിത്രങ്ങൾ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാമല്ലോ. മണ്ണിൻ്റെ ഉപരിതലത്തിനടിയിലായി പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചിരിക്കുന്നതും ചെടികളുടെ ചുവട്ടിൽ മണ്ണിനടിയിലായി ഇട്ടിരിക്കുന്ന ലാറ്ററൽ പൈപ്പിലെ എമിറ്ററിൽ നിന്നും വെള്ളം ചെടികളുടെ വേരുപടലത്തിനടുത്ത് നേരിട്ട് എത്തുന്നതും കാണാൻ കഴിയും. സബ് സർഫസ് ഡ്രിപ്പ് ഇറിഗേഷനിൽ ഓർക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. വാട്ടർ ഈസ് സപ്ലൈഡ് ഡയറക്ട്ലി ടു ദ ക്രോപ്പ് റൂട്ട് സോൺ ബിലോ ദി സോയിൽ സർഫസ്. ചെടികളുടെ റൂട്ട് സോൺ ഏരിയയിൽ നേരിട്ട് ജലസേചനം നൽകുന്ന രീതിയാണ് സബ് സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ. വാട്ടർ ഈസ് സപ്ലൈഡ് ത്രൂ സ്മോൾ എമിറ്റേഴ്സ് പ്ലേസ്ഡ് അറ്റ് regular intervals in buried plastic tubes. മണ്ണിനടിയിൽ ഇട്ടിരിക്കുന്ന ലാറ്ററൽ പൈപ്പുകളിൽ കൃത്യമായ അകലത്തിൽ എമിറ്ററുകൾ ഫിക്സ് ചെയ്യുന്നു. ഇതിലൂടെ ഒഴുകി വരുന്ന വെള്ളം ചെടികളുടെ റൂട്ട് സോണിൽ എത്തുകയും ചെയ്യുന്നു. ട്രിപ്പ് ട്യൂബ്സ് ആർ typically located 15 to 25 സെൻറ്റിമീറ്റർ ബിലോ ദി സോയിൽ സർഫസ്. മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 15 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ താഴ്ചയിലാണ് ട്രിപ്പ് ട്യൂബ് അല്ലെങ്കിൽ ലാറ്ററൽ പൈപ്പുകൾ ഇടുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് സബ് സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ. സബ് സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, ആക്യുറേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ക്യാൻ ബി അപ്ലൈഡ് ഡയറക്ട്ലി ടു ദ ക്രോപ്പ് റൂട്ട് സോൺ. ദസ് വാട്ടർ യൂസ് എഫിഷ്യൻസി ഈസ്
മാക്സിമം. കൃത്യമായ അളവിൽ ജലം ചെടികളുടെ വേരുപടലത്തിനടുത്ത് നേരിട്ടെത്തുകയും ചെടികൾക്ക് വേഗത്തിൽ ജലം വലിച്ചെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, ഇവാപ്പറേഷൻ ആൻഡ് സർഫസ് റൺ ഓഫ് ലോസസ് ആർ വെരി മച്ച് റെഡ്യൂസ്ഡ്. ജലം മണ്ണിനടിയിൽ നേരിട്ട് എത്തിച്ചേരുന്നതുകൊണ്ട് സാധാരണ ഉപരിതല ജലസേചന രീതിയിൽ സംഭവിക്കുന്ന ബാഷ്പീകരണം, സർഫസ് റൺ ഓഫ് തുടങ്ങിയവ മൂലമുള്ള ജലനഷ്ടം ഇവിടെ വളരെയേറെ കുറയുന്നു. മൂന്നാമതായി, suitable for arid, semi-arid, hot and windy areas. ചൂട് കൂടിയ സ്ഥലങ്ങൾക്കും കാറ്റ് കൂടിയ സ്ഥലങ്ങൾക്കും അനുയോജ്യമായ രീതിയാണ് സബ്സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ. അവസാനമായി, possibility to use waste water for irrigation since the risk of direct contact of water to crops and laborers is reduced. ജലസേചനത്തിന് ഉപയോഗിക്കുന്ന വെള്ളം നേരിട്ട് വിളകളുടെ ഉപരിതലത്തിലും തൊഴിലാളികളിലും പതിക്കാത്തതിനാൽ വേസ്റ്റ് വാട്ടറും സബ്സർഫസ് ഡ്രിപ്പ് ഇറിഗേഷനിൽ പ്രയോജനപ്പെടുത്താം. സബ്സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. എമിറ്റർ ക്യാൻ ബി ഡാമേജ്ഡ് ഓർ ബ്ലോക്ക്ഡ് ബൈ ഇൻട്രൂഷൻ ഓഫ് റൂട്ട് ഹെയർസ്. ഡ്രിപ്പറുകൾ മണ്ണിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ലാറ്ററൽ പൈപ്പുകളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ചെടികളുടെ വേരുകൾ ഈ ഡ്രിപ്പറുകളുടെ സുഷിരങ്ങളിൽ കടന്നു കയറിയാൽ ഡ്രിപ്പറുകൾ ബ്ലോക്കായി പോകാം. അപ്പോൾ വെള്ളം കൃത്യമായ അളവിൽ ഇവയിൽ നിന്നും പുറത്തേക്ക് ഒഴുകുകയില്ല. ഇത് ഈ സ്ഥലത്തെ ചെടികളുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കാം. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ടു പ്രൊമോട്ട് ജെർമിനേഷൻ ഓഫ് സീഡ്സ്. മണ്ണിനടിയിലാണ് സബ്സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ജലം എത്തിച്ചേരുന്നത്. അതിനാൽ സീഡ് ജെർമിനേഷൻ അല്ലെങ്കിൽ ചെടികളുടെ വിത്ത് മുളപ്പിക്കുവാൻ സബ്സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ അനുയോജ്യമല്ല. ഹൈ കോസ്റ്റ്. സബ്സർഫസ് ഡ്രിപ്പ് ഇറിഗേഷൻ സ്ഥാപിക്കുവാൻ ചിലവ് കൂടുതലാണ്. ഹെവി മെഷീനറി ക്യാൻ ഡാമേജ് ദി ലാറ്ററൽസ്. ഭാരം കൂടിയ ട്രാക്ടറുകൾ, ടില്ലറുകൾ എന്നിവ ഇത്തരം ഫീൽഡുകളിൽ ഉപയോഗിക്കുമ്പോൾ മണ്ണിനടിയിലുള്ള ലാറ്ററൽ പൈപ്പുകൾ പൊട്ടിപ്പോകാം. ക്ലോഗിംഗ് ഓഫ് ഡ്രിപ്പേഴ്സ് ഓർ ബ്രോക്കൺ ലൈൻസ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി വിസിബിൾ. മണ്ണിനടിയിലുള്ള ഡ്രിപ്പറുകൾ അടഞ്ഞുപോയാലോ ലാറ്ററൽ പൈപ്പുകൾ പൊട്ടിപ്പോയാലോ പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കില്ല. മൂന്നാമത്തെ ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ. എല്ലാവരും ചിത്രം കണ്ടല്ലോ. ഇൻ ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ, എമിറ്റേഴ്സ് ഓർ ഡ്രിപ്പേഴ്സ് ആർ inserted manually on the outside wall of the laterals at designed spacing. വിളകളുടെ അകലത്തിനനുസരിച്ച് ലാറ്ററൽ പൈപ്പുകളിൽ എമിറ്ററുകൾ ഘടിപ്പിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓർച്ചാർഡ്സ്, നഴ്സറീസ്, വൈൻയാർഡ്സ് എക്സെട്ര. പഴത്തോട്ടങ്ങൾ, നഴ്സറികൾ, മുന്തിരിത്തോട്ടങ്ങൾ ഇവയിൽ സാധാരണയായി ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്നു. ജനറലി യൂസ്ഡ് ഫോർ ഇറിഗേറ്റിംഗ് ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് ലൈക്ക് മാംഗോ, ഓറഞ്ച്, ബനാന, ലെമൺ, ഗ്രേപ്സ്, ഗുവാവ എക്സെട്ര. മാവ്, വാഴ, മുന്തിരി, ഓറഞ്ച്
തുടങ്ങി ഒട്ടേറെ വിളകളുടെ കൃഷികൾക്ക് ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ. ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പഠിക്കാം. സ്യൂട്ടബിൾ വിത്ത് പ്ലാന്റ്സ് ദാറ്റ് ആർ നോട്ട് ഈക്വലി സ്പേസ്ഡ്. വ്യത്യസ്ത സ്പേസിങ്ങിൽ നട്ടിരിക്കുന്ന ചെടികൾക്ക് ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ അനുയോജ്യമാണ്. ദി ഡ്രിപ്പർ സ്പേസിംഗ് ക്യാൻ ബി ചേഞ്ച്ഡ് എനി ടൈം ടു കവർ ദി ഇൻക്രീസ്ഡ് റൂട്ട് സോൺ ഓഫ് എ പ്ലാന്റ്. ചെടികളുടെ വളർച്ചയ്ക്കനുസരിച്ച് ഡ്രിപ്പറുകൾ തമ്മിലുള്ള അകലം നമുക്ക് ക്രമീകരിക്കുവാൻ സാധിക്കുന്നു. The drippers can be checked and cleaned easily in case of clogging. ഡ്രിപ്പറുകളിൽ ക്ലോഗിംഗ് അല്ലെങ്കിൽ ഡ്രിപ്പറുകൾ അടഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായാൽ അത്തരം ഡ്രിപ്പറുകൾ ഊരി വൃത്തിയാക്കുവാൻ സാധിക്കും. മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഈച്ച് ഡ്രിപ്പർ ഫ്ലോ ഈസ് പോസിബിൾ. ഡ്രിപ്പറുകളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ക്രമീകരിക്കുവാൻ സാധിക്കുന്നു. ഈസി റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡ്രിപ്പർ ഇഫ് നെസസറി. ഏതെങ്കിലും ഡ്രിപ്പറുകൾ കേടായി പോയാൽ അവ മാറ്റി പുതിയത് ഫിക്സ് ചെയ്യുവാൻ സാധിക്കും. മോർ ഡ്രിപ്പർ കൺട്രോൾ ഈസ് പോസിബിൾ. ഡ്രിപ്പറുകൾ ലാറ്ററലുകളിൽ നേരിട്ട് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നതിനാൽ ഡ്രിപ്പറുകളുടെ എണ്ണം കുറയ്ക്കുവാനോ കൂട്ടുവാനോ എപ്പോൾ വേണമെങ്കിലും സാധിക്കും. നാലാമത്തെ ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ. ഇൻലൈൻ ഡ്രിപ്പറുകൾ ഘടിപ്പിച്ചിട്ടുള്ള ലാറ്ററൽ പൈപ്പുകൾ ഉപയോഗിച്ചുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ. ചിത്രത്തിൽ നിങ്ങൾക്ക് ഇൻലൈൻ ഡ്രിപ്പർ ഘടിപ്പിച്ചിട്ടുള്ള ലാറ്ററലുകൾ കാണാം. ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡ്രിപ്പേഴ്സ് ആർ pre-inserted internally in the lateral tubes at designed spacing at the time of manufacturing itself. ഇവിടെ ലാറ്ററൽ പൈപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇൻലൈൻ ഡ്രിപ്പറുകൾ നിശ്ചിത അകലത്തിൽ പൈപ്പിനുള്ളിൽ സ്ഥാപിക്കുന്നു. ഡ്രിപ്പ് ലൈൻസ് ആർ factory fabricated with specific spacing and flow rates according to different crops. ഓരോ വിളകളുടെയും സ്പേസിംഗ് അനുസരിച്ചും അവയ്ക്ക് വേണ്ട ജലത്തിൻ്റെ അളവനുസരിച്ചുമുള്ള വ്യത്യസ്ത ഡ്രിപ്പ് ലൈനുകൾ അല്ലെങ്കിൽ ഇൻലൈൻ ലാറ്ററൽ പൈപ്പുകൾ വിപണിയിൽ ലഭ്യമാണ്. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ഈക്വലി സ്പേസ്ഡ് പ്ലാന്റ്സ്. ഒരേ അകലത്തിൽ നടുന്ന വിളകൾക്ക് ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ അനുയോജ്യമാണ്. ഇതിൻ്റെ കാരണം മാനുഫാക്ചറിംഗ് സമയത്ത് തന്നെ ഡ്രിപ്പറുകളുടെ സ്പേസിംഗ് ഇൻലൈൻ ഡ്രിപ്പ് ലൈനുകളിൽ ക്രമീകരിച്ചിരിക്കുന്നതിനാൽ പിന്നീട് നമുക്ക് ഇത് മാറ്റുവാൻ സാധിക്കുകയില്ല. Effective for raw crops like cotton, sugarcane, groundnut, vegetables and in greenhouses and ornamentals. കരിമ്പ്, കോട്ടൺ, പച്ചക്കറികൾ, നിലക്കടല, ഓർണമെൻ്റൽസ് എന്നിവയ്ക്കും ഗ്രീൻ ഹൗസുകൾക്കും അനുയോജ്യമായ ജലസേചന രീതിയാണ് ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ. അഡ്വാൻറ്റേജസ് ഓഫ് ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ. ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്വിക്ക് ആൻഡ് ഈസി ഇൻസ്റ്റലേഷൻ.
ഫീൽഡിൽ ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സ്ഥാപിക്കുന്നത് വളരെ എളുപ്പമാണ്. എന്താണിതിന് കാരണം? ഇൻലൈൻ ലാറ്ററൽ പൈപ്പുകളുടെ നിർമ്മാണ സമയത്ത് തന്നെ ഡ്രിപ്പറുകൾ ഉള്ളിൽ ഘടിപ്പിക്കുന്നു. അതിനാൽ ഇത്തരം ലാറ്ററലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫീൽഡ് ലെവൽ ഇൻസ്റ്റലേഷൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നു. ഫാസ്റ്റ് ഡിസ്ചാർജ് ഓഫ് വാട്ടർ. ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷനിൽ ചെടികൾക്ക് വേഗത്തിൽ ജലം ലഭിക്കുന്നു. ഐഡിയൽ ഫോർ ലാർജ് ഫാംസ് ആൻഡ് ക്രോപ്പ് ഫീൽഡ്സ് വെയർ പ്ലാന്റ്സ് ആർ ഈക്വലി സ്പേസ്ഡ്. ഒരേ അകലത്തിൽ വിളകൾ നടുന്ന വലിയ ഫാമുകൾക്ക് ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ അനുയോജ്യമാണ്. വ്യത്യസ്ത ഡ്രിപ്പ് ഇറിഗേഷൻ രീതികളിൽ അവസാനത്തേതാണ് ഫാമിലി ഡ്രിപ്പ് അഥവാ ഗ്രാവിറ്റി ഫെഡ് ഡ്രിപ്പ് ഇറിഗേഷൻ. നമ്മൾ പഠിച്ച വിവിധ ഡ്രിപ്പ് ഇറിഗേഷൻ രീതികളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതാണ് ഫാമിലി ഡ്രിപ്പ്. ഫാമിലി ഡ്രിപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോ കോസ്റ്റ് സിസ്റ്റം suitable for small family plots. It is suitable for house gardening and peri-urban agriculture. അടുക്കളത്തോട്ടങ്ങളിലും ടെറസ് കൃഷിക്കും അനുയോജ്യമായ ജലസേചന രീതിയാണ് ഫാമിലി ഡ്രിപ്പ് അഥവാ ഗ്രാവിറ്റി ഫെഡ് ഡ്രിപ്പ് ഇറിഗേഷൻ. It can also be used to demonstrate the working of drip irrigation system. കാർഷിക പ്രദർശനങ്ങളിൽ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പ്രവർത്തന തത്വം വിശദീകരിക്കുവാൻ ഫാമിലി ഡ്രിപ്പ് ഉപയോഗിക്കാം. It is designed for areas measuring 500 to 1000 square meter. സാധാരണയായി 500 മുതൽ 1000 സ്ക്വയർ മീറ്റർ വരെയുള്ള പ്ലോട്ടുകൾക്ക് ഫാമിലി ഡ്രിപ്പ് അനുയോജ്യമാണ്. ജെയിൻ ഇറിഗേഷൻ രൂപകൽപ്പന ചെയ്ത ഫാമിലി ഡ്രിപ്പിൻ്റെ ലേഔട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. കമ്പോണൻറ്റ്സ് ഓഫ് ഫാമിലി ഡ്രിപ്പ് ഇറിഗേഷൻ. ഫാമിലി ഡ്രിപ്പിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. പ്രധാനമായിട്ടും 5 വ്യത്യസ്ത ഘടകങ്ങളാണ് ഉള്ളത്. ഇതിൽ 1 എലിവേറ്റഡ് ടാങ്ക്. ഉയരം കൂടിയ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ജലസംഭരണിയാണ് എലിവേറ്റഡ് ടാങ്ക്. ഈ ടാങ്കിലാണ് ജലസേചനത്തിന് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നത്. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എഫക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ടാങ്കിലെ വെള്ളം ഗുരുത്വാകർഷണ ബലത്താൽ സ്വയമേ താഴോട്ടൊഴുകുന്നു. അതിനാൽ ഇവിടെ നമുക്ക് പൈപ്പ് ലൈനിലെ മർദ്ദം നിലനിർത്തുവാൻ പമ്പിൻ്റെ ആവശ്യമില്ല. 2 കൺട്രോൾ വാൽവ് അല്ലെങ്കിൽ ഷട്ട് ഓഫ് വാൽവ്. ജലസേചനം ആവശ്യമുള്ള സമയത്ത് കൺട്രോൾ വാൽവ് തുറക്കണം. അപ്പോൾ ടാങ്കിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം പൈപ്പ് ലൈനിലേക്ക് കടക്കും. 3 ഫിൽറ്റർ. ജലത്തിലുള്ള മാലിന്യങ്ങളെ അരിച്ചു മാറ്റുവാനാണ് ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. ചെറിയ ഡിസ്ക് ഫിൽറ്റർ അല്ലെങ്കിൽ സ്ക്രീൻ ഫിൽറ്റർ ഉപയോഗിക്കാം. 4 മെയിൻ ലൈൻ. ഫിൽറ്ററിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം മെയിൻ ലൈനിൽ കടക്കുന്നു. 5 ഡ്രിപ്പ് ലൈൻ. മെയിൻ ലൈനിൽ നിന്നും വെള്ളം ഡ്രിപ്പ് ലൈൻ അല്ലെങ്കിൽ ലാറ്ററലിൽ എത്തുകയും എമിറ്ററുകൾ വഴി ചെടികളുടെ ചുവട്ടിലെത്തുകയും ചെയ്യുന്നു. ഇനി
ഫാമിലി ഡ്രിപ്പിൻ്റെ പ്രവർത്തനം പരിശോധിക്കാം. ആദ്യം ജലസേചനത്തിന് മുൻപായി ടാങ്കിൽ ജലം നിറയ്ക്കണം. അതിനുശേഷം ഫിൽറ്റർ വൃത്തിയാക്കണം. പിന്നീട് കൺട്രോൾ വാൽവ് തുറക്കണം. കൺട്രോൾ വാൽവിൽ നിന്നും ജലം മെയിൻ ലൈനിൽ കടക്കും. മെയിൻ ലൈനിൽ നിന്നും ജലം ലാറ്ററിൽ എത്തുകയും എമിറ്ററുകൾ വഴി ചെടികളുടെ ചുവട്ടിലെത്തുകയും ചെയ്യുന്നു. അടുത്തതായി ഫാമിലി ഡ്രിപ്പ് അല്ലെങ്കിൽ ഗ്രാവിറ്റി ഫെഡ് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ചീപ്പ് ആൻഡ് ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് ഓപ്പറേറ്റ്. ഫാമിലി ഡ്രിപ്പ് സ്ഥാപിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും വളരെ എളുപ്പവും താരതമ്യേന ചിലവ് കുറവുമാണ്. യൂസേജ് ഓഫ് എലിവേറ്റഡ് ടാങ്ക് അവോയ്ഡ്സ് നീഡ് ഓഫ് പമ്പ്. എലിവേറ്റഡ് ടാങ്ക് ഉപയോഗിക്കുന്നതിനാൽ പൈപ്പ് ലൈനുകളിൽ മർദ്ദം നിലനിർത്തുവാൻ പമ്പിൻ്റെ ആവശ്യമില്ല. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് യൂസ്ഡ് ടു ഡെലിവർ ദി വാട്ടർ ത്രൂ ദി സിസ്റ്റം ടു ദ പ്ലാന്റ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ടാങ്കിൽ നിന്നും വെള്ളം ചെടികളിലേക്ക് എത്തിക്കുന്നത്. നോ നീഡ് ഓഫ് ഇലക്ട്രിസിറ്റി. സ്ഥിരമായി വൈദ്യുത വിതരണം ലഭ്യമല്ലാത്ത സ്ഥലങ്ങൾക്ക് അനുയോജ്യമായ ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് ഫാമിലി ഡ്രിപ്പ് അഥവാ ഗ്രാവിറ്റി ഫെഡ് ഡ്രിപ്പ് ഇറിഗേഷൻ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിവിധ ഡ്രിപ്പ് ഇറിഗേഷൻ രീതികളെക്കുറിച്ച് പഠിച്ചു. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളായി ക്ലാസ് നോട്ടുകൾ തയ്യാറാക്കണം. അതുപോലെ വിവിധ രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷനുകൾ ഉൾപ്പെടുത്തിയ ചാർട്ട് തയ്യാറാക്കണം. കൂടാതെ താഴെ പറയുന്നവയെക്കുറിച്ച് ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. സർഫസ് ഡ്രിപ്പ് ഇറിഗേഷനും സബ്സർഫസ് ഡ്രിപ്പ് ഇറിഗേഷനും തമ്മിലുള്ള വ്യത്യാസം, ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷനും ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷനും തമ്മിലുള്ള വ്യത്യാസം, ഫാമിലി ഡ്രിപ്പിൻ്റെ ഘടകങ്ങളും സവിശേഷതകളും. ഈ പാഠഭാഗത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ നിങ്ങളുടെ അധ്യാപകരെ വിളിച്ച് ചോദിക്കുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്.